ആരും എന്നെ ടാഗ് ചെയ്യണ്ട, ആരും എന്നെ മെൻഷൻ ചെയ്യണ്ട. നിങ്ങളെപ്പോലെ ഞാനും അത് കണ്ടു. വാഹനം ഓടിച്ചതിന് യൂട്യൂബർക്കെതിരെ കേസ്. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന അറിയപ്പെടുന്ന ധന്യക്കെതിരെയാണ് കുമ്പള പോലീസ് കേസെടുത്തത്. ഇനി നിനക്ക് ഉറക്കമില്ലാത്ത നാളുകളാ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എല്ലാവരും പറഞ്ഞു ജാസി എന്തായാലും വീഡിയോ ചെയ്യണം. അപ്പൊ എനിക്കും തോന്നി ചെയ്യാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോ ഒരു നാണക്കേടാവുമല്ലോ, പുറത്തിറങ്ങാൻ പറ്റാണ്ടാക്കി വിടിച്ചിട്ട് നാല് കൊടുത്തിട്ട് നാട് കടത്താൻ അറിയാ പ്രസംഗം. നിങ്ങൾ എല്ലാവരും കേട്ടതുപോലെ ഞാനും കേട്ടു. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറഞ്ഞ ധന്യ മദ്യപിച്ച് കാർ ഓടിച്ചതിന്റെ പേരിൽ ഫൈൻ കിട്ടിയെന്നും അതിന് എന്തൊക്കെയാണ് അതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോ ധന്യയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. എന്നെ വലിച്ചു ചീന്തി എന്റെ തള്ളക്കും തന്തക്കും വിളിച്ച് പൊങ്കാലിട്ടായിരുന്നു ഈ പറഞ്ഞ കുട്ടി. അല്ലേ? പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം എന്റെ വീട്ടിലും എന്റെ കുടുംബത്തും എന്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത്. തെറി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ തെറി ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ധന്യ, ഇത് നിനക്കാണ്. ഒരുപാട് നീ എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അല്ലെങ്കിൽ എന്റെ പടച്ചോന് ശക്തിയുണ്ട്. അതാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് മോളെ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. എനിക്ക് വേണമെങ്കിൽ നീ പറഞ്ഞതുപോലെ ഒരുപാട് ഹട്ടഹസിച്ചിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് അതിന്റെ ഒരു റീച്ചോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ എന്റെ ഫോളോവേഴ്സ് കൂട്ടാനോ എനിക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിനക്കിത് വേണം, നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? നല്ല കോമഡി വീഡിയോസും നല്ല വീഡിയോസും ചെയ്താൽ ആൾക്കാർ ഏറ്റെടുക്കും. വെരി സോറി. പിന്നെ നീ പറഞ്ഞു ആഷിന്റെയും എന്റെയും ബന്ധം. സ്വന്തം വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മനെയും ഉപേക്ഷിച്ച് ഒരു ആളുടെ കൂടെ ഇറങ്ങിപ്പോയ നീ എന്ത് അധികാരത്തിലാണോ അത് പറഞ്ഞത്? എല്ലാവർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ട് ധന്യ. അതിലേക്ക് ചൂഴ്ന്നിറങ്ങാനോ അല്ലെങ്കിൽ അത് കുത്തി മണപ്പിക്കാനോ ആരും വരരുത്. അങ്കിൾ, ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സന്തോഷം, അത്ര നിർബന്ധമാണ്. ഞാൻ തരാൻ വണ്ടിക്കൂലി, വേഗം സ്ഥലം വിടും. ഇപ്പോ എനിക്ക് സത്യം പറഞ്ഞാല് ഇതില് എന്റെ ഒരു ശത്രുവാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എന്റെ ശത്രുവിന് ഒരു ഇത് വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ജീവിതമാണ്, മനുഷ്യനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്തായാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ധന്യ തന്നെ പറയട്ടെ. ഒരു പരിപാടിന്റെ ഇടയിൽ ഞാൻ ഒരു ഈ പറയുന്നത് പോലെ ഒരു ബിയർ അടിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ കഴിക്കുമെങ്കിൽ എനിക്ക് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, അത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. മദ്യം വിഷമാണ്. പിന്നെ ഒരാളും ഇപ്പം ഈ ഇന്റർവ്യൂ കാണുന്നതാവട്ടെ, ഒരാളും എന്നെ ഇതുവരെ ഞാൻ ഒരു രീതിയിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. ഈ പറയുന്നത് പോലെ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നിർത്താത്തതിന്റെ കാരണം ഞാൻ പറയാം. റോഡിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ഈ ലൈറ്റിന്റെ ഇടയിൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നെ അറിയുന്ന ആൾക്കാരാണ്. അതൊരു പ്രശ്നമാവണ്ട, അതൊരു വീഡിയോ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ നിർത്താതിരുന്നത്. പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നിന്ന് പറഞ്ഞതുപോലെ വീഡിയോനേക്കാളും ഞാൻ ഫേമസ് ആയി. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും പോലീസുകാർ വളരെ മാന്യമായിട്ട് മദ്യപിച്ചിട്ടാണോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ പറയുന്ന പോലെ പെറ്റി അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഊതുന്ന സാധനത്തിൽ ഊതണം, അതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അതെടുത്തിട്ട് വന്നു, ഊതി. അന്ന് ഞാൻ അടിച്ചിരുന്നു, ഒരു ബിയർ അടിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അത് നിഷേധിക്കുന്നുമില്ല. ഞാൻ മദ്യപിക്കാറില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരാളും ഇപ്പം ഈ ഇന്റർവ്യൂ കാണുന്നതാവട്ടെ, ഒരാളും എന്നെ ഇതുവരെ ഞാൻ ഒരു രീതിയിലുള്ള ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല. കാറ് പിടിച്ചോണ്ട് പോയി, എന്നെ പിടിച്ചോണ്ട് പോയി, ഞാൻ കസ്റ്റഡിയിലാണ്, ഞാൻ ജയിലിൽ ഗോതമുണ്ട നിന്നോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ്. മാപ്രകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നെങ്കിൽ എന്റെ പേര് മര്യാദക്ക് പഠിക്കാൻ. നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഫോണിലൊക്കെ ഹെലൻ ഓഫ് സ്പാർട്ട, ഇറ്റ്സ് ആൻ ഈസി വേർഡ്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഈ മാപ്രകളോടെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങൾ വെച്ച ഫോട്ടോസ് ഒക്കെ അടിപൊളിയാണ്. ഈ അല്ലാത്ത ആൾക്കാർ എപ്പോഴും എന്റെ പണ്ടത്തെ ഞാൻ ബോബ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഫോട്ടോസ്, ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഫോട്ടോസ്, വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടാണ് വെക്കാറുള്ളത്. പക്ഷേ ഇന്ന് വന്ന എല്ലാ ന്യൂസുകളിലും എന്റെ ഫോട്ടോസ് ആർ വെരി ക്യൂട്ട്. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്ത ഫോട്ടോസുകളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ട്. ഉളുപ്പുണ്ടടാ ചക്കണക്ക് പറയുന്ന പോലെ
വളരെ ചെറിയ തോതിലാണെങ്കിൽ പോലും മദ്യപിച്ചിട്ട് ഞാൻ സ്റ്റിയറിംഗ് തൊട്ടിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിന്റെ ആൽക്കോമീറ്റർ ഉപയോഗിച്ച് 2:06 മണിക്ക് തിയാളെന്ന് പറഞ്ഞ ഹെലന്റെ ഉച്ഛ്വാസവായു പരിശോധിക്കുന്നതിൽ 82 മില്ലിഗ്രാം പെർ 100 ml എന്ന് കാണുകയും ചെയ്തു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പഠിച്ചോനെ എന്താ പറയാ, എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. എവിടെയോ നമ്മൾ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. സത്യമാണ് വിജയിക്കുള്ളൂ, അധർമ്മം വിജയിക്കില്ല. സത്യമേവ ജയതേ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാരും പറഞ്ഞൊരു പൊന്നുസഖിയൊക്കെ കളിക്കണമെന്ന്, എന്തിന്? അതിന്റെ ആവശ്യം വരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആരുടെ ഭാഗത്താണോ തെറ്റ്, അല്ലെങ്കിൽ ആരാണോ തെറ്റ് ചെയ്തത്, അത് ദൈവം കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോ ധന്യക്ക് ഇതൊരു പാഠമാവട്ടെ, ഇതിൽ നിന്ന് പഠിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ നാണക്കേടൊക്കെ സഹിച്ച് നീ ജീവിക്കുന്നതിലും തൂങ്ങിച്ചാവുന്നതാണ്. ഒരു പെൺകുട്ടി വേണമെന്ന് ആശിച്ചാശിച്ചുണ്ടായത് ഒരു വാഴയായി പോലും എന്റെ ദൈവമേ.